അപ്പോൾ ഇത് യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നത്, എന്താണ് പ്ലേലിസ്റ്റ്, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നൊക്കെയാണ്. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ആദ്യമേ പ്ലേലിസ്റ്റ് എങ്ങനെയാണ് കാണുന്നതെന്ന് പറയാം. അതിനായിട്ട് പ്ലേലിസ്റ്റുള്ള ഏതെങ്കിലും ഒരു ചാനൽ, ഈ ചാനൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ സബ്സ്ക്രൈബിൻ്റെ ആ ബട്ടൺ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹോം, വീഡിയോ, ഷോർട്സ്, പ്ലേലിസ്റ്റ്, പോസ്റ്റ് അങ്ങനത്തെ ഓപ്ഷൻ കാണും. ഈ ഒരു പ്ലേലിസ്റ്റ് പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോകളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പ്ലേലിസ്റ്റ് ഒരു ചാനലിൽ വെക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയതായിട്ട് ഒരാളൊരു ചാനൽ കാണുവാണ്, ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ചാനലാണ് ഒരാൾ കാണുന്നതെങ്കിൽ അയാൾക്ക് ആ ചാനലിൽ ഒരു പേപ്പർ ക്രാഫ്റ്റ് വേണം. അപ്പം ഒരുപാട് സ്ക്രോൾ ചെയ്ത് നോക്കണം. ഏത് പേപ്പർ ക്രാഫ്റ്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒരുപാട് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ ക്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചാനലിലുള്ള പേപ്പർ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് മൊത്തം കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോസ് ഒരാൾക്ക് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു പ്ലേലിസ്റ്റ്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു നമ്മുടെ ആ ഒരു ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ യൂട്യൂബ് വീഡിയോ എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനെ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ വീഡിയോയുടെ തൊട്ടടുത്തായിട്ട് ഇങ്ങനൊരു 3 ഡോട്ട് ഉണ്ടല്ലോ, ആ ഒരു ഡോട്ടിൽ പിടിച്ച് ഞെക്കുമ്പോൾ നമുക്ക് എഡിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കിട്ടും. ഈ എഡിറ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ടാഗ് ഇതൊക്കെ നമുക്ക് മാറ്റാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ എഡിറ്റ്. നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ആഡ് പ്ലേലിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ. അവിടെ പിടിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് പിടിച്ച് ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പ്ലേലിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഓപ്ഷനും, ഇല്ലെങ്കിൽ പുതിയ പ്ലേലിസ്റ്റ് ആഡ് ന്യൂ പ്ലേലിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു പ്ലസ് ബട്ടണും കാണും. ആ പ്ലസ് ബട്ടണിൽ പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ല, നമുക്ക് പഴയ പ്ലേലിസ്റ്റിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് ഈ ഒരു വീഡിയോ ആഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ ആ ഒരു നെയിം ഉണ്ടല്ലോ, നമ്മുടെ ആ പ്ലേലിസ്റ്റിൻ്റെ പേര് ക്ലിക്ക് ചെയ്യുമ്പം അപ്പുറത്തുള്ള ബോക്സിൽ ടിക്ക് വീഴും. ഡൺ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ആവും. ഇത് കണക്ക് നമുക്ക് നമ്മുടെ മൊത്തം വീഡിയോസ്, നമ്മുടെ ചാനലിലുള്ള എല്ലാ ഷോർട്സും ലോങ് വീഡിയോ ആയാലും പ്ലേലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുമ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അതിന് നല്ല യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ വീഡിയോ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.